ബോളിവുഡ് താരം സൈഫ് അലി ഖാന്റെ വാർത്തയിലേക്ക് പോവുകയാണ്. അദ്ദേഹത്തെ കുത്തിപ്പരിക്കേൽപ്പിച്ച സംഭവത്തിൽ നിലവിൽ കസ്റ്റഡിയിലുള്ളത് പ്രതി അല്ലെന്നാണ് ഇപ്പോൾ പോലീസ് പറയുന്നത്. ഇപ്പോൾ കസ്റ്റഡിയിലുള്ളയാൾക്ക് രൂപസാദൃശ്യം മാത്രമാണുള്ളത്. ചോദ്യം ചെയ്യലിന് ശേഷമാണ് പോലീസിന്റെ വിശദീകരണം. ആക്രമണത്തിന് മുൻപ് മുഖം മറച്ച് പ്രതി എത്തുന്ന ദൃശ്യങ്ങൾ പുറത്തുവന്നു. ആ ദൃശ്യങ്ങളിലേക്ക്. വിവരങ്ങളുമായി ശ്രീനാഥ് ചന്ദ്രൻ ചേരുന്നുണ്ട്. ശ്രീനാഥ്, ഇതിപ്പോ ആകെ കുഴപ്പമായോ? ശരിക്കുള്ള പ്രതി അല്ലേ അപ്പോ കസ്റ്റഡിയിലുള്ളത്? സ്മിത, ഇന്നലെ വൈകിട്ടാണ് ഈ പ്രതിയുടെ CCTV ദൃശ്യങ്ങൾ, ആദ്യത്തെ ദൃശ്യം പുറത്തു വരുന്നത്. അതിൽ ഇയാളുടെ മുഖം വ്യക്തമായി തന്നെ കാണാമായിരുന്നു. ഇന്ന് രാവിലെ ഏതാണ്ട് 11 മണിയോടെയാണ് ബാന്ദ്രയിലെ പോലീസ് സ്റ്റേഷനിലേക്ക് ഒരാളുമായി പോലീസ് സംഘം എത്തുന്നത്. ഇത് പ്രതി തന്നെ എന്ന് ഉറപ്പിച്ച മട്ടിലായിരുന്നു കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോയത്. ഇയാളെ കാണാനും ഏതാണ്ട് CCTV ദൃശ്യത്തിൽ കണ്ടയാളുടെ ഏതാണ്ട് അതേ രൂപത്തിൽ തന്നെയാണ് ഇയാൾ ഉണ്ടായിരുന്നത്. അത് മാധ്യമങ്ങൾ കാണുകയും ചെയ്തതാണ്. പക്ഷേ പിന്നീട് ഏതാണ്ട് 3 മണിക്കൂറോളം, 4 മണിക്കൂറോളം അയാളെ ഈ പോലീസ് സ്റ്റേഷനകത്ത് വെച്ച് ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥർ, DCP അടക്കമുള്ള ആളുകൾ എത്തി ചോദ്യം ചെയ്തതിന് ശേഷമാണ് ഇത് ആ പ്രതിയല്ല എന്നുള്ള കാര്യത്തിൽ ഒരു മറുപടി, അത്തരത്തിലുള്ള ഒരു മറുപടി DCPയുടെ ഭാഗത്ത് നിന്ന് തന്നെ ഉണ്ടായത്. അല്പസമയം മുമ്പ് ജോയിന്റ് കമ്മീഷണറും ഇക്കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട്. ഇദ്ദേഹമല്ല പ്രതി എന്നതാണ് പോലീസിന് ചോദ്യം ചെയ്യലിന് ശേഷം മനസ്സിലാക്കാൻ വേണ്ടി കഴിഞ്ഞത്. ഇയാൾക്ക് രൂപസാദൃശ്യമുണ്ട്, പക്ഷേ ഇതാണ് പ്രതി എന്ന കാര്യത്തിൽ പോലീസിന് സ്ഥിരീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല. അതിന് പിന്നാലെ 4 മണിക്കൂറിലേറെ നീണ്ട ചോദ്യം ചെയ്യലിന് ശേഷം ഇയാളെ പോലീസ് ജീപ്പിൽ തന്നെ പുറത്തേക്ക് കൊണ്ടുപോവുകയും ചെയ്തു. അദ്ദേഹത്തെ വിട്ടയക്കും എന്നതാണ് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. അങ്ങനെയെങ്കിൽ യഥാർത്ഥ പ്രതി എവിടെ എന്നുള്ള ചോദ്യം അത് അങ്ങനെ തന്നെ നിൽക്കുകയാണ്. ഇന്ന് ഒരു CCTV ദൃശ്യം കൂടി പുറത്തു വന്നു. ഇന്നലെ പ്രതി ഈ സംഭവത്തിന് ശേഷം രക്ഷപ്പെടുന്ന ദൃശ്യങ്ങളാണ് പുറത്തു വന്നതെങ്കിൽ ഇന്നിപ്പോൾ ഈ സംഭവത്തിന് തൊട്ടു മുമ്പ് ഏതാണ്ട് രാത്രി 1:30 ഇയാൾ സ്റ്റെയർ കേസ് കയറി മുകളിലേക്ക് പോകുന്ന ദൃശ്യമാണ് ഇന്ന് പുറത്തു വന്നത്. മുഖമൊക്കെ മറച്ച് ഒരു കള്ളനെ പോലെ തന്നെയാണ് ഇയാൾ മുകളിലേക്ക് പോവുകയും ചെയ്തിട്ടുള്ളത്. ഇയാൾക്ക് മറ്റേതെങ്കിലും സഹായം ആരുടെയെങ്കിലും ഭാഗത്തു നിന്ന് കിട്ടിയിട്ടുണ്ടോ എന്നടക്കമുള്ള സംശയങ്ങളൊക്കെ അതേപടി തന്നെ നിൽക്കുകയാണ്. അതുകൊണ്ട് ഇയാളെ പിടികൂടി ചോദ്യം ചെയ്തെങ്കിൽ മാത്രമേ ഈ ചിത്രം ഏതായാലും വ്യക്തമാകാൻ പോകുന്നുള്ളൂ. പക്ഷേ മറ്റ് ചില സൂപ്പർ സ്റ്റാറുകളുടെ വീടുകളിലും മറ്റും ഇയാൾ നിരീക്ഷണം നടത്തി എന്നുള്ള സുപ്രധാന സൂചനകൾ കൂടി പോലീസിന് കിട്ടിയിട്ടുണ്ട്. ജനുവരി 14-ാം തീയതി ഷാറൂഖ് ഖാന്റെ വസതിയായ മന്നത്തിന് മുന്നിലും ഇതേ ആൾ തന്നെ എത്തിയിട്ടുണ്ട് എന്നാണ് പോലീസിന് ലഭിച്ചിട്ടുള്ള സൂചനകൾ. CCTV ദൃശ്യങ്ങൾ ലഭിച്ചിട്ടുണ്ട്. മന്നത്തിന്റെ മതിലിലേക്ക് ഒരു ഏണി ചാരി വെച്ച് അതിലൂടെ കയറി നോക്കുന്നതൊക്കെ ഈ ദൃശ്യങ്ങളിൽ പതിച്ചിട്ടുണ്ട്. അത് തന്നെയാണ്, അയാൾ തന്നെയാണ് ഇയാൾ എന്ന കാര്യത്തിലൊക്കെ തന്നെ ഈ പ്രതിയെ പിടികൂടുന്നതാണ് നിർണായകമാവുക. അതിൽ പിന്നീട് നടക്കുന്ന ചോദ്യം ചെയ്യൽ ഏറ്റവും നിർണായകമായി മാറുകയും ചെയ്യും. സ്മിത, ശ്രീനാഥ്, കാര്യമൊക്കെ ശരിയാണ്. പക്ഷേ ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടരുത് എന്ന് പറയുന്നത്, ഈ ഒരു തുടക്കം മുതൽ ഒരു തെറ്റും ചെയ്തിട്ടില്ലാത്ത ഒരാളെ ഇത്ര മണിക്കൂറുകൾ ചോദ്യം ചെയ്തു എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും സൈഫ് അലി ഖാനെ പോലെ ഒരുപാട് പോപ്പുലർ ആയിട്ടുള്ള ആളാണ്. അപ്പോൾ പോലീസുകാർ അങ്ങനെ വെറുതെ അങ്ങ് ചോദ്യം ചോദിക്കലാകുമെന്ന് കരുതുന്നില്ല. അപ്പോൾ അത് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു കൺഫ്യൂഷൻ വന്നത് എന്നുള്ളതാണ്. തീർച്ചയായും സ്മിത, അങ്ങനെ ഒരു കൺഫ്യൂഷൻ യഥാർത്ഥത്തിൽ വന്നതാണോ അല്ല പോലീസ് അങ്ങനെ ഒരു കൺഫ്യൂഷൻ ബോധപൂർവ്വം ഉണ്ടാക്കുന്നതാണോ എന്നടക്കമുള്ള ചോദ്യങ്ങളൊക്കെ അതേപടി തന്നെ നിലനിൽക്കുന്നുണ്ട്. പ്രതിയെ കണ്ടെത്തേണ്ടതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിലേക്ക് വളരെ വേഗം പോലീസിന് എത്താനും കഴിയണം.